പുരാതന കാലത്തെ വലിയ ദാർശനിക അറിയപ്പെടുന്ന പ്ലേറ്റോ പറഞ്ഞത് മനുഷ്യരിൽ 3 വിഭാഗമുണ്ട്. സ്വർണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട രാജാക്കന്മാർ, വെള്ളി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഇരുമ്പ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സാധാരണ ജോലിക്കാർ. ഇതേ ആശയം മറ്റൊരു ഭാഷയിൽ അരിസ്റ്റോട്ടലും പറഞ്ഞു. മനുഷ്യർ 2 വിഭാഗമാണ്. ഒന്ന് യജമാനന്മാരായി സൃഷ്ടിക്കപ്പെടുന്നവർ, മറ്റൊന്ന് അടിമകളായി ജനിക്കുന്നവർ. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും മനുഷ്യരെ പല തട്ടുകളായി തിരിക്കുന്നു. ഭഗവാന്റെ ശിരസ്സിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ, ചുമലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ, തുഴയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ, പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ. അതിനൊന്നും പെടാത്ത, ദൈവത്തിൻ്റെ അംശവുമായി ബന്ധമില്ലാത്ത ആദിവാസികളും ദലിതുകളും പിന്നാക്കക്കാരും. ഈ വംശീയത, ജാതീയത മനുഷ്യ സമൂഹത്തെ എക്കാലവും ഏറെ പ്രയാസപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അത് തുടരുന്നുണ്ട് എന്നതാണ് വസ്തുത. ലോകത്തിലെ ഏറ്റവും പുരോഗമനപരമെന്നും പരിഷ്കൃതമെന്നും ഗണിക്കപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോഴും കറുത്തവർ അവഗണിക്കപ്പെടുന്നു. ചരിത്രത്തിലുടനീളം അവരെ ചൂഷണം ചെയ്തിട്ടുണ്ട് വെള്ള മേധാവിത്വം, അടിമകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നും പൂർണ്ണമായും അത് അവസാനിപ്പിച്ചു എന്ന് പറയാനാവില്ല. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ നിയമപരമായില്ല എങ്കിൽ പോലും അതിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരം എല്ലാ വിവേചനങ്ങൾക്കും, അഥവാ ദേശ, ഭാഷ, വർഗ, വർണ്ണ, വംശ, ജാതി ഭേദങ്ങൾക്കതീതമായി മനുഷ്യരെ ഏകീകരിക്കുന്ന അതിശക്തമായ പ്രഖ്യാപനമാണ് പ്രവാചകൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിൽ വമ്പിച്ച സ്വാധീനം ചെലുത്തി. പ്രവാചകൻ പ്രായോഗികമായി അത് നടപ്പാക്കി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ പ്രവാചക അനുയായികളും 10,000-ങ്ങളോടൊപ്പം തിരിച്ചു വന്നപ്പോൾ വിജയപ്രഖ്യാപനം നടത്താൻ തിരഞ്ഞെടുത്തത് കറുത്തവനായ അടിമയായിരുന്ന വിദേശിയായിരുന്ന ബിലാൽ ബിൻ റബാഹിനെയാണല്ലോ. ഇന്ന് പോലും നമുക്ക് അത്തരമൊന്നും സങ്കല്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനപ്രഖ്യാപനം ആഗസ്റ്റ് 15 നിർവഹിക്കാനൊരു ആദിവാസിയെ ദലിതനെയോ തിരഞ്ഞെടുക്കുമെന്ന് സങ്കല്പിക്കുക പോലും സാധ്യമല്ല. അവിടെയാണ് ഇന്നോളമുള്ള കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ജനകോടികളെ അഗാധമായി സ്വാധീനിച്ച, അവരെ സഹോദരന്മാരാക്കി മാറ്റിയ, അവരെ സമത്വ വികാരം വളർത്തിയ പ്രവാചകൻ്റെ ഈ ചരിത്രപ്രധാനമായ പ്രസംഗം ഏറെ ശ്രദ്ധേയമാകുന്നത്. അതിൻ്റെ അലിയൊലികൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ലോകാവസാനം വരെ അത് തുടരുകയും ചെയ്യും. പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.